ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 2026 ആദ്യത്തെ പോഡ്കാസ്റ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ത്യയുടെ സുപ്രീം കോടതി 2025 ഡിസംബർ 29 അതേ കോടതിയുടെ തന്നെ ഒരു വിധി സ്റ്റേ ചെയ്തിരുന്നു. വടക്കേ ഇന്ത്യയിലെ പ്രധാന മലനിരകളിൽ ഒന്നായിട്ടുള്ള അരാവലി മൗണ്ടൻ റേഞ്ചസിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമായി ഇതിനെ പരിസ്ഥിതി വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരുമെല്ലാം കാണുന്നുണ്ട്. ഇന്ത്യയുടെ തന്നെ പാരിസ്ഥിതിക ആരോഗ്യത്തിന് സുപ്രധാനമായ ഒരു തീരുമാനമാണ് 2026 ദില്ലി ദാലി പോഡ്കാസ്റ്റിന്റെ ആദ്യ അധ്യായം. അതിനാൽ എല്ലാവർക്കും ദില്ലി ദാലിയുടെ നവവത്സര ആശംസകൾ. അന്താരാഷ്ട്ര ഇന്ത്യൻ പരിസ്ഥിതി നിയമങ്ങളിൽ അവഗാഹമുള്ള അഡ്വക്കേറ്റ് ശ്യാമ കുര്യാക്കോസ് ആണ് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി നമ്മുടെ പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ഇന്ത്യയുടെ വനനയങ്ങൾ, ജൈവ വൈദഗ്ധ്യം, വന്യജീവി സംരക്ഷണം, വനവാസികളുടെ അവകാശങ്ങൾ, അധികാര വികേന്ദ്രീകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്തുന്നയാളാണ് അഡ്വക്കേറ്റ് ശ്യാമ കുര്യാക്കോസ്. വൈൽഡ് ലൈഫ് കൺസർവേഷൻ സൊസൈറ്റിയുടെ ലീഗൽ ഹെഡായിരുന്നു ശ്യാമ. ഇപ്പോൾ പാരിസ്ഥിതിക വിഷയങ്ങളിൽ അഭിഭാഷകയാണ്. സ്വാഗതം അഡ്വക്കേറ്റ് ശ്യാമ കുര്യാക്കോസ് ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക്. താങ്ക് യു. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണ എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിലും ഞാൻ ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഞാൻ 2026 ആദ്യത്തെ പോഡ്കാസ്റ്റിലേക്ക് കടക്കുകയാണ്. ശ്യാമ, 2025 നവംബർ 20 സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു തീരുമാനം വരുന്നത്. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളായ അരാവലി മൗണ്ടൻ റേഞ്ചസിന്റെ ഒരു നിർണായക ഘടകമായി 100 മീറ്ററോ അതിൽ കൂടുതലോ എലിവേഷൻ എന്ന നിബന്ധന കൊണ്ടുവന്നത് 2025 നവംബറിലെ വിധിയിലാണ്. പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും വലിയ എതിർപ്പ് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം, എന്താണ് അരാവലി മലനിരകളുടെ പാരിസ്ഥിതികമായ പ്രാധാന്യം ഈ ഭൂപ്രദേശത്ത്? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഡിസംബർ 29 സുപ്രീം കോടതി സ്റ്റേ ഇത്രമാത്രം പ്രാധാന്യമുള്ളതായി മാറുന്നത്? സോ അരവലി ജഡ്ജ്മെന്റിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ഒരു എക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആസ് വി ഓൾ നോ, നമുക്കറിയാം ഇറ്റ്സ് എ വെരി ഏറ്റവും പഴയ ഒരു മൗണ്ടൻ റേഞ്ച് ആണ് ഇൻ ഇന്ത്യ. ആൻഡ് ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്സ്, 3 ആക്ച്വലി 4 സ്റ്റേറ്റ്സ് ഉണ്ട്. ഇറ്റ് സ്പ്രെഡ്സ് ഫ്രം ഡൽഹി ഓൺവേർഡ്സ്, പിന്നെ ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്തിൽ പോയിട്ടാണ് ഈ ആരവലി റേഞ്ച് അവസാനിക്കുന്നത്. അപ്പോ ആ ഒരു കാരണം കൊണ്ട് ഇറ്റ്സ് എ നാച്ചുറൽ ബാരിയർ, ഡെസേർട്ട് ബാരിയർ എന്ന് പറയും നമ്മൾ, വിച്ച് മീൻസ് ദാറ്റ് ഥാർ ഡെസേർട്ട് എന്ന് വരുന്ന സാൻഡ് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ വാളാണ് ഈ അരവലി റേഞ്ചസ്. അതാണ് അതിന്റെ കൂടുതൽ മരുവൽക്കരണത്തിനെയും അത് തടയുന്നുണ്ട് അല്ലെ? അതെ, ബേസിക്കലി ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടേം ആണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇങ്ങനെ ഒരു നാച്ചുറൽ ബാരിയർ ആണ് ഡെസേർട്ടിഫിക്കേഷൻ പ്രിവെന്റ് ചെയ്യാൻ. ബിക്കോസ് അരവലി റേഞ്ചിന്റെ ഈസ്റ്റ് സൈഡിലാണ് ഗാൻജറ്റിക് പ്ലെയിൻ ദാറ്റ് ഗോസ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന. അവിടെ അഗ്രികൾച്ചറൽ ബെൽറ്റ് ആയിട്ട് കാണുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആൻഡ് ഈ പറഞ്ഞ ബാരിയർ കാരണം കൊണ്ട് അവിടുന്ന് വരുന്ന സാൻഡ് ഈ ഗാൻജറ്റിക് പ്ലെയിൻസിലോട്ട് വരുന്നില്ല. സോ ഇവിടുത്തെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ആരവലി റേഞ്ച്. അപ്പൊ അത് രണ്ടാമത്തെ കാര്യം. വൺ ഇസ് ടു പ്രിവെന്റ് സാൻഡ് ഫ്രം കമ്മിങ് ഇൻ. സെക്കൻഡ്ലി ഇവിടുത്തെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമത് മൺസൂൺ അല്ലെങ്കിൽ റെയിൻസിന്റെ ആ ഒരു പാറ്റേൺ ഡിസ്റപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതിനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഹിൽസിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ്.
അതുകൂടാണ്ട് ഇപ്പൊ നമ്മള് റേഞ്ചിനെ കാണുകയാണെങ്കിൽ അർബൻ ഏരിയാസിന്റെ ചുറ്റും ആയിട്ടാണ് ഈ റേഞ്ച് നിൽക്കുന്നത്, എസ്പെഷ്യലി നമ്മുടെ ഡൽഹി NCR ഏരിയ നോക്കുകയാണെങ്കിൽ. സോ ഇറ്റ് ആക്ട്സ് ആസ് എ ബഫർ, ഒരു ബഫർ അഗേൻസ്റ്റ് ആന്ത്രോപോജനിക് ലൈക് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് പ്രഷേഴ്സിനെ ബഫർ ആയിട്ടാണ് ഈ പറഞ്ഞ റേഞ്ച് ആക്ട് ചെയ്യുന്നത്. അത് വേറൊരു റോൾ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്. ബിക്കോസ് ഈ മലനിരകളിൽ നിറച്ച് ക്രാക്സും ക്രെവാസസും ഉണ്ട്. മഴ പെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഹാപ്പൻസ്. അപ്പോൾ ഡൽഹി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫുൾ NCR ഏരിയയുടെ വെള്ളത്തിന്റെ സ്രോതസ് ഇസ് ഫ്രം ദിസ് അരവലി റേഞ്ച്. അതുകൂടാണ്ട് മേജർ 4 പുഴകളുണ്ട്, സബർമതി റിവർ ഇൻക്ലൂഡഡ്. അതിന്റെ സോഴ്സും ഈ പറഞ്ഞ അരവല്ലി റേഞ്ചിൽ നിന്നാണ് വരുന്നത്. സോ ആൻഡ് ദെൻ ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനും കൺസിഡർ ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വൈൽഡ് ലൈഫ് കോറിഡോർ ആണ്. എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടാവും അസോല ഭട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അത് ഈ പറഞ്ഞ റേഞ്ചിൽ കൂടെയാണ് വരുന്നത്. അതുവഴിയാണ് ലെപ്പേർഡ്സിന്റെ ഒരു വൈൽഡ് ലൈഫ് കോറിഡോർ സ്ഥലമാണ്. പ്ലസ് ഈ റേഞ്ച് പോയി നിൽക്കുന്നത് സരിസ്ക ടൈഗർ റിസർവ് ഉണ്ട്, വിച്ച് ഇസ് ഇൻ രാജസ്ഥാൻ. അപ്പൊ അവിടുന്നുള്ള ടൈഗേഴ്സിന്റെ മൂവ്മെന്റും ഈ ഒരു റേഞ്ച് സഹായിക്കുന്നുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ പല രീതികളിലും ഈ ഹിൽസിന്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് നമുക്ക് കാണാൻ കിട്ടും. അതാരണം ഈ റേഞ്ചസിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറഞ്ഞ ഫങ്ഷൻസിനെല്ലാം ഒരുമാതിരി എഫക്ട്, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ പോസിറ്റീവ് സംസാരിച്ചു. നെഗറ്റീവ് എന്താണ്? ഈ ഹിൽസിന്റെ ഡിഗ്രഡേഷൻ ഇപ്പൊ കുറെ വർഷങ്ങളായി നടക്കുന്നു. നിറച്ച് റാമ്പൻറ്റ് മൈനിങ് നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ഗ്രാനൈറ്റും സാൻഡ് മൈനിങ്ങും കോഡ്സ് മൈനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അത് കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹിൽസിന്റെ ഹൈറ്റ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കുറെ ഹിൽസ് ഇല്ലാണ്ടായിട്ടുണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട് സാൻഡിന്റെ നമ്മൾ പറഞ്ഞല്ലോ ആദ്യം, സാൻഡ് വരാണ്ടിരിക്കാനുള്ള ഒരു ബാരിയർ ആണ്. പക്ഷെ ഈ പറഞ്ഞ ഹിൽസിന്റെ ലെവലും കട്ടിങ് ഒക്കെ ചെയ്ത കാരണം ഈ സാൻഡിന്റെ മൂവ്മെന്റ് ഡൽഹിയിലോട്ട് കൂടുതൽ വരുന്നുണ്ട്. സോ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹീസ് എന്താ പറയാ, ഒരു ആരിഡ് ഡെസേർട്ട് ടൈപ്പായി മാറാനുള്ള ഒരു കൂടുതൽ നമ്മളത് കാണുന്നുണ്ട്, മോർ ദാൻ ദ പാസ്റ്റ്. രണ്ടാമത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ഭയങ്കരമായിട്ടുണ്ട്, പ്ലസ് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ. സോ ഈ രണ്ട് കാര്യങ്ങൾ കാരണം ഡൽഹി NCRൽ താമസിക്കുന്ന ആൾക്കാരുടെ വെള്ളത്തിന്റെ സോഴ്സ്, ആൻഡ് ഇപ്പൊ പറയുന്നുണ്ട് വേറെയും കുറെ ഹ്യൂമൻ പൊല്യൂഷൻ ആക്ടിവിറ്റീസ് കാരണം വെള്ളം പൊല്യൂട്ടഡും ആവുന്നുണ്ട്, സെക്കൻഡ്ലി വെള്ളം ഇല്ലാണ്ടും ആവുന്നുണ്ട്. അപ്പോ ദാറ്റ് ഇസ് ദി സെക്കൻഡ് ഇഷ്യൂ. പിന്നെ എയർ പൊല്യൂഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം NCRൽ ഉള്ള എയർ പൊല്യൂഷന്റെ പ്രോബ്ലം. ഈ ഡസ്റ്റ് ഇങ്ങനെ വന്ന് ബിക്കോസ് ഡൽഹി ഒരു ബോൾ ആകൃതിയിലായത് കാരണം ഈ ബോളിൽ വന്നിട്ട് ഈ സാൻഡ് എല്ലാം വന്ന് അതാ ഉള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററിലൂടെ അഡീഷൻ ആകുക. അപ്പോൾ നമ്മുടെ എയർ പൊല്യൂഷന്റെ പ്രോബ്ലം കൂടി കൂടി വരുവാണ്. സോ ദീസ് ആർ ദ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഓഫ് ദി അരവല്ലി റേഞ്ച്. ഞാനിപ്പോ ഒരു മാസത്തോളം ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം ഈ ഡൽഹി എത്രമാത്രം പൊല്യൂട്ടഡ് ആയി എന്നുള്ളത്. ആളുകൾ ഈ നഗരം ഉപേക്ഷിച്ച് പോകും, ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരമായിട്ട് ഒരു കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഡൽഹി കിടക്കുമെന്ന് പോലും പേടിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ. എനിക്ക് കണ്ണ് നീറുന്നു, ത്രോട്ടിന് പ്രോബ്ലം, അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നുന്നു. രാവിലെ ഈ ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയിൽ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. എനിക്കറിയാം ശ്യാമ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അപ്പോ കുറച്ച് വർഷങ്ങൾ ഉണ്ടായതാണ്, പക്ഷെ പൊല്യൂഷൻ താങ്ങാൻ വയ്യാണ്ടായി തിരിച്ച് നാട്ടിലോട്ട് വന്നു. ഇനി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ സ്റ്റേയുടെ പ്രാധാന്യം എന്താണ്? ജുഡീഷ്യൽ ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിന്റെ നാച്ചുറൽ ഇമ്പോർട്ടൻസ്. നൗ വി കം ടു ഇതിന്റെ ലീഗൽ, ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ്. ഈ കേസിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇത് വന്നത് 20th നവംബറിന്റെ ഒരു ജഡ്ജ്മെന്റ് വഴിയാണ് ഈ ഒരു കോൺട്രവേഴ്സി തന്നെ തുടങ്ങിയത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കേസ്. ഗോദവർമ്മൻ തിരുമൽപാട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. 1995 തുടങ്ങിയ ഒരു മാറ്റർ ആണ് സുപ്രീം കോർട്ടിൽ. അപ്പോൾ അതിൽ ഫോറസ്റ്റിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായി. അരവല്ലീസിനെ പറ്റിയിട്ട് 20th നവംബറിൽ ഒരു ഓർഡർ ഇറക്കി. അത് ബേസിക്കലി ഇറ്റ് വാസ്
ഈ ആരവല്ലി റേഞ്ച് 4 സ്റ്റേറ്റ് കൂടെ പോകണ്ടല്ലോ. ഈ 4 സ്റ്റേറ്റ്സിനും ആരവല്ലി റേഞ്ച് എന്താണെന്നുള്ള ഡെഫിനിഷൻ ഡിഫറെന്റ് ആണ്. 4 ഡിഫറെന്റ് സ്റ്റേറ്റിലും ഡിഫറെന്റ് ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷണൽ ക്രൈസിസ് എന്ന് പറയുന്നത്. അതെ, ഡെഫിനിഷണൽ ക്രൈസിസ് ആണ്. അപ്പൊ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത കാരണം ആ ആംബിഗ്യൂറ്റിയിൽ പല ഇല്ലീഗൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ സുപ്രീം കോർട്ട് പറഞ്ഞു ലൈക്ക് നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം. അപ്പോൾ അതിനു വേണ്ടി ഒരു MOA, മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പ്രത്യേക ഒരു കമ്മിറ്റി ഇരുത്തി. ആ കമ്മിറ്റിയിൽ സെൻട്രലി എംപവേർഡ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായി, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ 3 സ്ഥാപനങ്ങളിലെ മെമ്പേഴ്സ് ആണ് ഈ പറഞ്ഞ കമ്മിറ്റിയിൽ ഇരിക്കുന്നത്. അപ്പൊ അവര് എന്നിട്ട് ഡിസൈഡ് ചെയ്തു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, 100 മീറ്റർ വരെയുള്ള 100 മീറ്ററിന് മേളിലുള്ള ഹിൽസ് ആർ കൺസിഡേർഡ് ആസ് അരവല്ലി റേഞ്ച്. പിന്നെ അരവല്ലി ഹിൽസ്, അരവല്ലി റേഞ്ച് എന്ന് പറയുന്നത് 2 ഹിൽസ് തമ്മിൽ 500 മീറ്റേഴ്സിന് കുറവ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു റേഞ്ച് ആക്കി കൺസിഡർ ചെയ്യും. അപ്പൊ ഇതായിരുന്നു ഇതിന്റെ ബേസിക് ഒരു ഫൗണ്ടേഷൻ, ദാറ്റ് ഈ ഡെഫിനിഷൻ ഒരു യൂണിഫോം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് അരവല്ലി റേഞ്ച് ഇസ്. സോ സുപ്രീം കോർട്ട് ഈ പറഞ്ഞ കാര്യത്തിന് സമ്മതിച്ചു, പറഞ്ഞു ശരി നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് പിന്നെ ഓർഡർ ഇട്ടു ടു ഗവൺമെന്റിനോട് ഒരു സസ്റ്റൈനബിൾ മൈനിങ് പ്ലാൻ, ബിക്കോസ് ഇവിടെ മൈനിങ് നടക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ഒരു മൈനിങ് പ്ലാൻ സസ്റ്റൈനബിൾ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരിക, അതുവരെ പുതിയ മൈനിങ് ലീസസ് ഒന്നും നമ്മൾ അലൗ ചെയ്യില്ല എന്നും പറഞ്ഞ് സുപ്രീം കോർട്ട് അത് ഡിസൈഡ് ചെയ്തു. ഈ പറഞ്ഞ ഡിസിഷൻ അഗേൻസ്റ്റ് അമൈക്കസ് ക്യൂറേസ് പ്രൊട്ടസ്റ്റ് ചെയ്തു. അവര് പറഞ്ഞു ഈ പറഞ്ഞ സംഭവം ചെയ്തു കഴിഞ്ഞാൽ അരവല്ലി റേഞ്ചിന്റെ പല പാർട്സും എക്സ്ക്ലൂഡ് ആയി പോകും, അപ്പോ നമ്മളത് ചെയ്യരുത്. പക്ഷെ സുപ്രീം കോർട്ട് പറഞ്ഞു MOFCC പറഞ്ഞതാണ് കറക്റ്റ്, നമുക്ക് അവരെ തന്നെ ഫോളോ ചെയ്യാം. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം ഡിസൈഡ് ആയി. ഇതാണ് ഡെഫിനിഷൻ, 100 മീറ്റേഴ്സ് ആൻഡ് അബവ് ഇസ് അരവല്ലി. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് തുടങ്ങി. ബേസിക്കലി ഈ 3 സ്റ്റേറ്റ്സ്, രാജസ്ഥാൻ, ഡൽഹി ആൻഡ് ഹരിയാനയില് നിറയെ പ്രൊട്ടസ്റ്റ്. ഇൻഫാക്ട് ജെൻസിയിലെ ആൾക്കാര്, ലോയേഴ്സ്, പിന്നെ കുറെ സംഘടനകൾ ഉണ്ടായില്ലേ, കുറെ NGOs എല്ലാരും കൂടി കൂട്ടി ഓൺലൈൻ ഓഫ്ലൈൻ കുറെ ക്യാമ്പയിൻസ് ഉണ്ടായി. സോ ഈ ഒരു പ്രൊട്ടസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ MOFCC ഒരു പുതിയ ഒരു എന്താ പറയാ പ്രസ് വാർത്ത ഇറക്കി, ഇതും പറഞ്ഞുകൊണ്ട് ദാറ്റ് വാസ് ഓൺ 24 നവംബർ, സെയിങ് ദാറ്റ് ഇനി ഈ ഏരിയയിൽ മൈനിങ് ഒരിക്കലും നമ്മൾ നടത്തില്ല. മൈനിങ് ഇസ് കംപ്ലീറ്റ്ലി ബാൻഡ് ഇൻ അരവല്ലി റേഞ്ചസ്. ആൻഡ് ഇപ്പൊ ഓൾറെഡി കണ്ടിന്യൂ ചെയ്യുന്ന മൈനിങ്ങിന്റെ മുകളിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വരുത്തുന്നതായിരിക്കും. സോ അത് കാരണം നമ്മുടെ മൈൻഡിൽ അരവല്ലി റേഞ്ചസ് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കണം, നമ്മളത് വി കൺസിഡർ ദാറ്റ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്നും പറഞ്ഞ ഒരു പ്രസ് വാർത്ത ഇറക്കി. പക്ഷെ ഇതിലും ആൾക്കാർ ലൈക്ക് NGOs, ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ലീഗൽ എക്സ്പേർട്സ് ഇതിലും ലൂപ്പ് ഹോൾ കണ്ടു. ബിക്കോസ് അവരെന്താ പറയുന്ന, മൈനിങ് ഇനി നമ്മൾ നടത്തില്ല. പക്ഷെ ഇഫ് ദ ഡെഫിനേഷൻ ഓഫ് അരവല്ലി ഈസ് ദാറ്റ് 100 മീറ്ററിന് മേളിലാണെങ്കിൽ അതിന് ചെറുതായിട്ടുള്ള ഹിൽസിലെല്ലാം മൈനിങ് നടത്താമല്ലോ, ചെയ്യാം. സോ ബേസിക്കലി ആ ഒരു പ്രസ് വാർത്തയിൽ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും തോന്നിയില്ല. ദ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂഡ്. ദെൻ ഫൈനലി ഇതെല്ലാം കണ്ടാണ് 29th ഡിസംബർ സുപ്രീം കോർട്ട് സുമോട്ടോ സ്വന്തമായിട്ട് ഈ പ്രൊട്ടസ്റ്റ് എല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഓക്കെ നമുക്ക് ആ പറഞ്ഞ സംഭവത്തിന് സ്റ്റേ ചെയ്യാം. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നത് നമ്മൾ സ്റ്റേ ചെയ്യാണ്. ആൻഡ് നൗ വി വിൽ സെറ്റ് അപ്പ് എ ഹൈ പവേർഡ് എക്സ്പേർട്ട് കമ്മിറ്റി, HPC. ഈ കമ്മിറ്റി നമുക്ക് ഇനി ഇരുത്താം നൗ ആൻഡ് ദെൻ ലെറ്റ് ദം ഗെറ്റ് ഇൻ ടു എന്തായിരിക്കണം ഒരു യൂണിഫോം അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ കുറെ ഇതിന് ഓപ്പോസിഷൻ ആയിട്ടുള്ള കുറെ എക്സ്പേർട്സ് പറഞ്ഞു ദാറ്റ് രാജസ്ഥാന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ ഹാസ് 12,000 സംതിങ് ഹിൽസ്, റൈറ്റ്? 12,081 ഹിൽസ് ഉണ്ട്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ജഡ്ജ്മെന്റ് 12,081 hills and only 1,841 or something hills will be considered as Aravalli. Just 8.7%. Yes. So atre matre pinne protection undavullu. Appo so basically what Supreme Court said is ee parnja oru argument namukku idu scientifically verify cheyanam. Is this correct?
അപ്പോ ഇസ് ദിസ് കറക്റ്റ്? പിന്നെ പറഞ്ഞ മൈനിങ് ചെയ്താൽ ദോഷം ഉണ്ടാകും എന്നുള്ള സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കിനി വരുത്തണം. അതിനുവേണ്ടി നമുക്കിനി ഈ ഹൈ പവർഡ് കമ്മിറ്റി ലെറ്റ് ദാറ്റ് സിറ്റ് ആൻഡ് ഡിസൈഡ്. അപ്പോൾ അടുത്ത ഹിയറിംഗ് ഡേറ്റ് 21st ജാനുവരിക്കാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. സോ നമ്മളിനി അന്നറിയും. പക്ഷെ ജനറലി കമ്മിറ്റീസ് ഇങ്ങനത്തെ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഐ തിങ്ക് 1 month സാധാരണ ഇസ് നോട്ട് ഇനഫ്. അപ്പൊ കുറച്ച് എക്സ്റ്റൻഷൻ ഒക്കെ കൊടുക്കുമായിരിക്കും. 2-3 മാസത്തിന്റെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടായിരിക്കാം നമുക്കൊരു ഫൈനൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവാൻ പോകുന്നത്. സോ ദിസ് ഇസ് ബേസിക്കലി ദ ജുഡീഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ടു ദിസ് ഇഷ്യൂ. Now the thing is, we have to also look at ഇതിന്റെ ലീഗൽ ബാക്ക്ഗ്രൗണ്ട്. ലീഗൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് നമ്മൾ നോക്കുന്ന നാഷണൽ ലോസ്. നാഷണൽ ലെവലിൽ പല ലോസും ഉണ്ട് ദാറ്റ് പ്രൊട്ടക്ട് അറാവലി. അപ്പോൾ അറാവലിയുടെ ഉള്ളിൽ നിറയെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. നാഷണൽ പാർക്ക് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, ടൈഗർ റിസർവ്സ് ഉണ്ട്. അതുകൂടാണ്ട് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി നിയമത്തിന്റെ അടിയിൽ ബയോഡൈവേഴ്സിറ്റി പാർക്സ്, നിറച്ചും ബയോഡൈവേഴ്സിറ്റി പാർക്സ് ഉണ്ട്, ബോത്ത് ഇൻ ഹരിയാന ആസ് വെൽ ആസ് ഇൻ ഡൽഹി. സോ ഓൾറെഡി ഇങ്ങനത്തെ ലീഗൽ പ്രൊട്ടക്ഷൻസ് ആർ അവൈലബിൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ. രണ്ടാമത് വരുന്നത് ഈ റേഞ്ചിലെ പല സ്ഥലങ്ങളിലും മരങ്ങളുണ്ട്. സോ മരങ്ങൾക്കായിട്ടുള്ള അതിന്റെ പ്രൊട്ടക്ഷൻ. സോ ദാറ്റ് ഡൽഹിയിലുള്ള ട്രീ ഫെല്ലിംഗ് റെഗുലേഷൻ ഉണ്ട്. ഈവൻ ഹരിയാനയിലും ട്രീ ഫെല്ലിംഗ് ആക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓൾറെഡി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഹരിയാനയിൽ പിന്നെ ഒരു പഞ്ചാബ് ലാൻഡ് പ്രിസർവേഷൻ ആക്ട് ഉണ്ട്. അത് ഈ റേഞ്ചിലുള്ള ചില ഏരിയാസിനെ ഡെസിഗ്നേറ്റ് ചെയ്തേക്കുവാണ്. ദീസ് ആർ പ്രിസർവ്ഡ് ഏരിയാസ്. ഇതിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. സോ നിയമങ്ങളിലെ ഫോറസ്റ്റ് കോൺസർവേഷൻ ആക്ട് വരും. അക്കോർഡിംഗ് ടു വേസ് നമ്മൾ നോൺ ഫോറസ്ട്രി ആക്ടിവിറ്റീസ് ഒന്നും ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയസിൽ ചെയ്യാൻ പാടില്ല. ആൻഡ് അരവലി റേഞ്ച് നോക്കുകയാണെങ്കിൽ ഈവൻ ഇഫ് ട്രീസിന് എണ്ണം കൂടുതലില്ലെങ്കിലും ട്രീസ് ഉണ്ട്. ട്രീസും ഉണ്ട്, നമ്മൾ കാണുന്ന ടൈപ്പ് ഫോറസ്റ്റ് ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഫോറസ്റ്റ് കോൺസർവേഷൻ ആക്ടിലെ നോൺ ഫോറസ്ട്രി ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അതിന്റെ അടിയിലാണ് ഇപ്പൊ ടൈഗേഴ്സ് ആയി, ലെപ്പേർഡ്സ് ആയി, ബയോഡൈവേഴ്സിറ്റി എല്ലാം വരുന്നുണ്ട്. സോ നാഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഗുഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ഇൻ ഓൾ ദീസ് ഏരിയാസ്. പക്ഷെ അതിലെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഈ സ്റ്റേറ്റ് ലെവലിലുള്ള ഓരോ പ്രൊട്ടക്ഷൻസും ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റിൽ ഞാൻ ഓരോ ലോസിനെ പറ്റി പറഞ്ഞു. അവർ ഈ നാഷണൽ ലോസ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഇന്റർഫിയർ ചെയ്യുന്നത്? ഈ പറഞ്ഞ നിയമങ്ങളിൽ അതോറിറ്റീസും ഏജൻസീസും ഒക്കെ ഡെസിഗ്നേറ്റഡ് ആണ്. സെൻട്രൽ ലെവലിൽ മിനിസ്ട്രിയുടെയും ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള പല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സും വാട്ടർ ഡിപ്പാർട്ട്മെന്റും ഇറിഗേഷനും എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ ഇവരെല്ലാരും കൂടി തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആ ഒരു കാര്യം അതിലൊരു ചാലഞ്ച് ഉണ്ട്. ദർ ഇസ് കൺഫ്യൂഷൻ. ആൻഡ് സോ യു കെൻ ഈവൻ സീ ലൈക്ക് ദർ ഇസ് 1992 ഒരു ESA എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ എന്നും പറഞ്ഞ് അരവലി ഏരിയനെ മൊത്തം ഡിക്ലെയർ ചെയ്തു. അപ്പൊ അതിന്റെ അടിയിൽ ദർ വാസ് എ പ്ലാൻ, ഒരു വലിയൊരു പ്ലാൻ ഉണ്ടാക്കി. ആൻഡ് ആ പ്ലാൻ അനുസരിച്ച് മൈനിങ് പോലത്തെ ആക്ടിവിറ്റീസ് വെർ ബാൻഡ് ഇൻ അരവലി. പക്ഷെ ഡിസ്പൈറ്റ് ദാറ്റ് ബാൻ, മൈനിങ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഇല്ലീഗലായിട്ട് മൈനിങ് ഇസ് ഗോയിങ് ഓൺ. സോ ദെൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദെൻ വാട്ട് വാസ് പ്രധാനപ്പെട്ട ഈ ഹ്യൂമൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് മൈനിങ് ആണോ ക്വാറികളാണോ? സോ പല തരത്തിലുള്ള പ്രഷറുകളുണ്ട്. വൺ ഈസ് ഓഫ് ഐ കം ടു ദാറ്റ് ബിക്കോസ് ബേസിക്കലി ഇപ്പൊ നമ്മൾ നോക്കുന്ന ഗ്രാനൈറ്റ് മൈനിങ് അല്ലെങ്കിൽ സാൻഡ് മൈനിങ്. ഓക്കെ, പക്ഷെ നൗ ഇന്ത്യയുടെ ഒരു ആംബിഷൻ ആണ് നമ്മൾ റിന്യൂവബിൾ എനർജിയിൽ ഇനിയും കുറെ ചെയ്യാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ആൻഡ് സർവേ അനുസരിച്ച് അരവലി റേഞ്ച് അല്ലാണ്ട് വേറെ പല റേഞ്ചസിലും റെയർ എർത്ത് മിനറൽസിന്റെ സ്രോതസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ദിസ് ഇയർ 2025 ജാനുവരി നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ആ മിഷന്റെ അനുസരിച്ച് ഇന്ത്യ വാണ്ട്സ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇറ്റ്സ് മിനറൽസ്. അത് ആദ്യത്തെ ഒരു ആംഗിൾ. സെക്കൻഡ്ലി നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, എൻവയറമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നോട്ടിഫിക്കേഷൻ, EIA. ഈ EIA നോട്ടിഫിക്കേഷനിൽ സ്ട്രാറ്റജിക് ആൻഡ് ഡിഫൻസ് റിലേറ്റഡ് പ്രോജക്ട്സിന് എക്സെംഷൻ കൊടുത്തിരിക്കുകയാണ്. സോ ഇങ്ങനത്തെ ആറ്റോമിക് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസ് നമ്മൾ മൈൻ ചെയ്യണത് കുഡ് ബി എക്സംപ്റ്റഡ്.
അപ്പൊ എക്സംഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് ഹിയറിംഗിന്റെ ആവശ്യമില്ല, വേറെ സേഫ് ഗാർഡ്സിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. സോ പിന്നെ ഈ എക്സ്പോസ്റ്റ് ഫാക്ടോ സാങ്ഷൻ മതി എന്ന് പറയുന്ന അതെ ചില മേജർ അതെ പ്രോജക്ട്സ് വരുമ്പോൾ എൻവയോൺമെന്റൽ ക്ലിയറൻസ് പിന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. യു ക്യാൻ പിന്നെ സ്റ്റാർട്ട് ദി പ്രോജക്ട് എന്ന് പറഞ്ഞു. എക്സാക്ട്ലി. സോ ദാറ്റ് ആ ഒരു ഡെവലപ്മെന്റ് ഈ വർഷമാണ് അത് വന്നത്. സോ ഇതിനു മുമ്പ് കുറെ വർഷമായിട്ട് അത് ബാൻഡ് ആയിരുന്നു. അത് തുടങ്ങി വെച്ചത് തന്നെ കോടതിയുടെ ഈ ഒരു സിസ്റ്റം ആണ്. ഓക്കെ, ലെറ്റ്സ് അലൗ എക്സ്പോസ് ഫാക്ടോ ക്ലിയറൻസ് നമുക്ക് അലൗ ചെയ്യാം, സാരില്ല. പക്ഷെ ഈ വർഷം നവംബർ 18-ന് പിന്നെ അത് ബാൻ ചെയ്തു കുറെ നാള്. ആൻഡ് അഗൈൻ ഇറ്റ് വാസ് റീബ്രോട്ട് ഇൻ. അതിനെ തിരിച്ചു കൊണ്ടുവന്നു. ദാറ്റ് ലെറ്റ്സ് ഹാവ് എക്സ്പോസ് ഫാക്ടോ ക്ലിയറൻസ്. സോ എക്സ്പോസ് ഫാക്ടോ ക്ലിയറൻസ് ഓക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഇല്ലീഗലായിട്ട് മൈൻ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ക്യാൻ ബിക്കം റെഗുലറൈസ്ഡ്. അതിന് പിന്നെ നത്തിങ്, യു ക്യാൻ കണ്ടിന്യൂ. അതൊരു കാര്യം. സോ വൺ ഇസ് ദ മൈനിങ് പ്രഷർ. മൈനിങ് പ്രഷർ ഇസ് ഇമെൻസ് ഈ പറഞ്ഞ റേഞ്ചസിൽ. പിന്നെ വരുന്നത് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിന്റെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇൻഫാക്ട് ഇല്ലീഗലായിട്ട് നമ്മുടെ ഡൽഹി റിഡ്ജിൽ നിറച്ചും ഫാം ഹൗസസും അങ്ങനത്തെ കൺസ്ട്രക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഹരിയാനയില് ദേവ് ഓൾസോ ഡൺ കുറെ ടൗൺഷിപ്സിന്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പബ്ലിക് ഗോസ് ടു NGT അല്ലെങ്കിൽ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടിന്റെ അടുത്തൊക്കെ പോയി ഇതിൽ സ്റ്റേ വരുത്തും. പക്ഷെ ഇതൊരുമാതിരി ഇറ്റ്സ് ലൈക്ക് എ വീൽ. യു ഹാവ് ടു കീപ് ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ഓൺ ദ വീൽ. ഒരിടത്ത് നിർത്തി കഴിയുമ്പോൾ അടുത്തടുത്ത് തുടങ്ങും. അപ്പൊ ഇതിലൊരു അവസാനം കാണുന്നില്ല. സോ ദ പ്രഷേഴ്സ് ഇസ് നോട്ട് ജസ്റ്റ് മൈനിങ്, ബട്ട് ദർ ഇസ് ഓൾസോ ബിഗ് റിയൽ എസ്റ്റേറ്റ് ആസ്പെക്ട്. ഇതിലപ്പോ ഒരു ലീഗൽ വശമുണ്ട്. സി, ഡൽഹി റിഡ്ജ് ആക്ച്വലി നിറച്ച് ഫോറസ്റ്റ് ആണ്. Like it's mostly like forested areas. Apo they very much qualify to be declared as reserve forest. റിസർവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ഏരിയ ആണ്. പക്ഷെ അത് അവർ ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് ഡിക്ലെയറിങ് ഇറ്റ് ബിക്കോസ് വൺസ് അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൊസിഷന് റിവേർട്ട് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്, പ്രയാസമാണ്. സോ ദെൻ ദേ ഡോണ്ട് ഡു ദാറ്റ്. അപ്പോ ഡിക്ലെയർ ചെയ്യുന്നില്ല. സെക്കൻഡ്ലി, അരവലി റേഞ്ചസിൽ പല ഏരിയസും വിറ്റേക്കുവാണ് ടു പ്രൈവറ്റ് പ്ലേയേഴ്സ്. സോ ഇറ്റ് ഈസ് അണ്ടർ പ്രൈവറ്റ് ഓണർഷിപ്പ്. പ്രൈവറ്റ് ഓണർഷിപ്പ് അല്ലെ, ബിക്കോസ് പണ്ട് ഇപ്പൊ ഹരിയാനയിലൊക്കെ ദേവർ അണ്ടർ പഞ്ചായത്ത് പ്രൊട്ടക്ഷൻ. പക്ഷെ ഇപ്പൊ പതാഞ്ജലിയുടെ ഒരു കേസ് ഉണ്ടായി, രാംദേവ് ആ കമ്പനി ദേ ഹാഡ് പർച്ചേസ്ഡ് ഇല്ലീഗലി കുറെ സ്ഥലങ്ങള് ഫ്രം പഞ്ചായത്ത്. സോ ഇതെല്ലാം ഇല്ലീഗൽ ആയിട്ട് ഇറ്റ്സ് നൗ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് പ്ലേയേഴ്സ്. പ്രൈവറ്റ് കമ്പനീസ് ആവാം, ഓണേഴ്സ് ആകാം, ഇൻഡിവിജ്വൽസ് ആകാം. പക്ഷെ കുറെ പാർട്ട് ഓഫ് അരവലി റേഞ്ചസ് പ്രൈവറ്റ് ഓണർഷിപ്പ്. അപ്പൊ പ്രൈവറ്റ് ഓണർഷിപ്പ് ആയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഇൻടു എന്താ ചെയ്യാൻ പാടില്ലാത്ത, എന്താ ചെയ്യാൻ പറ്റുക, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോ അങ്ങനത്തെ ഇഷ്യൂസും വരുന്നുണ്ട്. ആൻഡ് ഇതിപ്പോ നമ്മൾ 4 സ്റ്റേറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ആൻഡ് 4 സ്റ്റേറ്റും 4 രീതികളാണ് അവരുടെ ഏരിയ ഗവൺ ചെയ്യുന്നത്. സോ ദെൻ ഹൗ ഡു യു, ആൻഡ് അവരുടെ പ്രോപ്പർട്ടി ലോയും 4 സ്ഥലങ്ങളിലും 4 രീതിയിലാണ്. സോ ഹൗ ടു മാനേജ് ദാറ്റ് സിറ്റുവേഷൻ ഇസ് എ ബിഗ് ചാലഞ്ച്. ക്ഷമ, എനിക്ക് ഇനി ഒരു ചോദ്യമുള്ളത്, ഈ എങ്ങനെയാണ് ഈ എൻവയോൺമെന്റൽ അറിവും ആ ജ്ഞാനശേഖരമുണ്ടല്ലോ ലോകത്തിൽ വർഷങ്ങളായിട്ടുണ്ടായിരിക്കുന്ന ഈ പുതിയ അറിവിന്റെ ഈ പുതിയ മേഖല, ഈ എൻവയോൺമെന്റൽ അറിവും പഠനങ്ങളും ഈ ഇന്ത്യൻ ജുഡീഷ്യറിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? കോടതികൾ എങ്ങനെയാണ് ഈ അറിവ് മേഖലയെ അസിമിലേറ്റ് ചെയ്യുകയോ അവർ അതിനെ റിഫ്ലക്ട് ചെയ്യാൻ എങ്ങനെ, വെദർ ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് എക്യൂപ്ഡ് ആൻഡ് വാട്ട് ഈസ് ഹെൽപ്പിംഗ് ദം ടു ഗെറ്റ് എക്യൂപ്ഡ്? സോ ഇന്ത്യൻ ജുഡീഷ്യറി ഈ ഒരു കാര്യത്തിൽ ആക്ച്വലി ഒരു ലാൻഡ് മാർക്ക് ആയിരുന്നു ഇൻ യുവർ 90s. ലേറ്റ് 85 തൊട്ട് നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി സമയം തൊട്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഒരു കാലമായിരുന്നു അത്. ആൻഡ് സോ യു മസ്റ്റ് ഓൾസോ ബി അവെയർ, MC മേത്ത പോലത്തെ കുറെ ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി ദർ ഇൻഡിവിജ്വൽസ്, അവരെല്ലാം 90s തൊട്ട് സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് ഡിഡ് വെരി ഗുഡ് വർക്ക്. അപ്പൊ ഒബ്വിയസ്ലി അവരെല്ലാം പഠിച്ചുകൊണ്ടല്ല അവിടെ വരുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിട്ട് ദേ യൂസ് ടു സെറ്റ് അപ്പ് എക്സ്പെർട്ട് കമ്മിറ്റീസ്. ഇപ്പൊ ഗോദവർമൻ കേസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതിലൊരു സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഈ പറഞ്ഞ കമ്മിറ്റിയിൽ ഈ സയൻസും സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെയാണ് അവർ എക്സ്പേർട്സ് ആക്കി മെമ്പേഴ്സ് ആക്കി വെച്ചിരുന്നത്. സോ റെഗുലർലി സുപ്രീം കോർട്ട്
ഇങ്ങനത്തെ എക്സ്പെർട്ട് കമ്മിറ്റീസിനെ നിയമിച്ച് അവരെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിച്ച് റിസൾട്ട്സ് വരുത്തി വരുന്നു. ആൻഡ് ഈ റിസർച്ച് ചെയ്യുമ്പോൾ ദേ ഓൾസോ അവര് പ്രത്യേകിച്ച് അവർ ശ്രദ്ധിച്ചിരുന്ന ഇന്റർനാഷണലി എന്തൊക്കെയാ സംഭവിക്കുന്നത്. ബിക്കോസ് ഇന്റർനാഷണലി പല പ്രിൻസിപ്പിൾസും എൻവയറമെന്റൽ പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്ന ഒരു സമയമായിരുന്നു. സോ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇങ്ങനെ പറഞ്ഞ് കുറെ ടൈപ്പ് പ്രിൻസിപ്പിൾസ് എല്ലാം ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിലോട്ടും നമ്മൾ കൊണ്ടുവന്നത്. ആൻഡ് ദാറ്റ് വാസ് ത്രൂ ഇങ്ങനത്തെ എക്സ്പെർട്ട് കമ്മിറ്റീസ്. അപ്പോൾ സുപ്രീം കോർട്ട് അന്നത്തെ ഒരു സമയത്ത് നല്ല ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. നിങ്ങൾ പറയൂ, നിങ്ങൾ എക്സ്പേർട്സ് പറയൂ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആൻഡ് അതെ. അതിനനുസരിച്ച് അവർ ആ ഡിസിഷൻ എടുത്തു. രണ്ടാമത്തെ ടൂൾ അവർ ശരിക്കും അന്ന് യൂസ് ചെയ്തിരുന്ന ഒരു ടൂൾ ആയിരുന്നു മോണിറ്ററിംഗ് കമ്മിറ്റീസ്. സോ ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ദാറ്റ് നമ്മളൊരു ജഡ്ജ്മെന്റ് പാസ്സാക്കി. ജഡ്ജ്മെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതൊരു വലിയൊരു ഘടകമാണ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് 90s തൊട്ടുള്ള ലിറ്റിഗേഷൻ, ഇപ്പോഴും കുറെ ഇങ്ങനെ കമ്മിറ്റീസ് സെറ്റപ്പ് ഉണ്ട്. അവര് മന്ത്ലി റിപ്പോർട്ട്സ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കും. ഇപ്പൊ ഗോദവർമ്മ പോലത്തെ കേസിൽ ദർ സപ്പോസ് ടു പ്രസന്റ് ദാറ്റ് ഇതുവരെ നമ്മൾ ഇങ്ങനെയാ ചെയ്തത്, ഇതാണ് നമ്മുടെ സ്റ്റേറ്റസ് റിപ്പോർട്ട്. ആൻഡ് ദെൻ സുപ്രീം കോർട്ട് ബില്ല് എന്നാ ഇങ്ങനെ ലെറ്റ്സ് ഡിസൈഡ്. സോ രണ്ട് മെയിൻ ടൂൾസ് ആയിരുന്നു. ഒന്ന് ഈ എക്സ്പെർട്ട് കമ്മിറ്റീസ്, സെക്കൻഡ്ലി മോണിറ്ററിംഗ് കമ്മിറ്റീസ്. ആൻഡ് ദെൻ മൂന്നാമതൊരു സംഭവം എന്ന് വെച്ചാൽ ജഡ്ജിമാര് സ്വന്തമായിട്ട് ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റീസ് ആയിട്ട് പോകുമായിരുന്നു. ഈ പറഞ്ഞ സൈറ്റുകളിലൊക്കെ പോയി അവര് പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട്, ബിക്കോസ് ഒരു സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആൾക്ക് ഗ്രൗണ്ട് ലെവൽ എന്താ നടക്കുന്നതെന്ന് സ്വന്തമായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് അവര് തന്നെ പോയി അതിനെ റിസർച്ച് ചെയ്ത് തിരിച്ചു വന്ന് അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു. അപ്പോ ഇങ്ങനെയായിരുന്നു സുപ്രീം കോർട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഒരു സമയത്ത് അവർക്ക് ഒരു ഗ്രീൻ ബെഞ്ച് ഉണ്ട്. ഞാൻ പറയുന്നത് സുപ്രീം കോർട്ട് അല്ല, ലോവർ കോർട്ടുകളിലോ? സോ ലോവർ കോർട്സിൽ എന്താ പറ്റണെന്ന് വെച്ചാൽ, സുപ്രീം കോർട്ട് സെറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ലോവർ കോർട്ടും ഫോളോ ചെയ്യുന്നത്. ബട്ട് somehow what has happened is ചില ഹൈക്കോർട്ടുകളിൽ മാത്രമേ പ്രൊആക്റ്റീവ് ആയിട്ട് എൻവയൺമെന്റിനെ പറ്റിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. നെയിംഡ് ഫ്യൂ, ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളം ഹൈക്കോർട്ട്, അവിടെയൊക്കെ അവർ കുറച്ചൊക്കെ ജഡ്ജ്മെന്റ്സ് പാസ്സാക്കിയിട്ടുണ്ട്. ബട്ട് ജനറലി ഈ പറഞ്ഞ ഒരു വിഷൻ വാസ് മോസ്റ്റ്ലി അറ്റ് ദ സുപ്രീം കോർട്ട് ലെവൽ. അപ്പോൾ അത് ട്രിക്കിൾ ഡൗൺ ചെയ്യാനുള്ള ഒരു അവസരം സംഭവം ഉണ്ടായിട്ടില്ല. ഇൻഫാക്ട് ഈ പറഞ്ഞ ആ ഒരു കാലഘട്ടം ഒരു 2000 ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. ലൈക്ക് ആഫ്റ്റർ 2000 സുപ്രീം കോർട്ടിന്റെ ഈ ഒരു പ്രൊആക്റ്റീവ്നെസ് നമുക്ക് പിന്നെ കാണാൻ കിട്ടിയിട്ടില്ല ഇൻ എൻവയറമെന്റൽ മാറ്റേഴ്സ്. ഇൻഫാക്ട് ഒരു ഡെഗ്രഡേഷൻ ആണ് വന്നേക്കുന്നത്. വേർ ദേ ആർ നൗ കൂടുതലും അവർ ഈ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ റിലൈ ചെയ്യേ സ്വന്തം ഇന്റലിജൻസ് യൂസ് ചെയ്യാണ്ട് എക്സ്പേർട്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്താ നമ്മളോട് പറയുന്നത് നമ്മൾ അത് തന്നെ ചെയ്യും. അപ്പൊ ഇറ്റ്സ് ലൈക്ക് ഗവൺമെന്റ് ഏതായാലും, സെൻട്രൽ ഗവൺമെന്റ് മാറിയാലും മാറിയില്ലെങ്കിലും സുപ്രീം കോർട്ട് മോസ്റ്റ്ലി ഇപ്പോഴത്തെ കാലത്ത് ദേ ലിസൺ ടു വാട്ട് ദ ഗവൺമെന്റ് സേസ്. ഹൈക്കോർട്ടിലും ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ നോട്ടീസ് ചെയ്തേക്കുന്നത്. അവരുടെ അടുത്ത് സ്റ്റേറ്റിന്റെ ഏതെങ്കിലും ഒരു ആക്ഷൻ ചാലഞ്ച് ചെയ്യുമ്പോൾ അവർ പറയുന്നത് സ്റ്റേറ്റ് അത് ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്യുന്നത്, സോ ലെറ്റ് us നോട്ട് കോമെന്റ് ഓൺ ഇറ്റ്. അവരത് അക്സെപ്റ്റ് ചെയ്യും. സോ ആ ഒരു അപ്രോച്ചാണ് ഹൈക്കോർട്ടിലും വന്നേക്കുന്നത്. ആൻഡ് അത് കാരണം ഇഫ് യു സി ഒരു സ്റ്റേറ്റും ഇല്ല ഇന്ത്യയിൽ വേർ ഹൈക്കോർട്ട്സ് അത്രയും നല്ലൊരു രീതിയിൽ എൻവയറമെന്റൽ ജൂറിസ്പ്രുഡൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കത് കാണാൻ വി ഡോണ്ട് സീ ഇറ്റ് ആക്ച്വലി. അപ്പോ പിന്നെ വേറൊരു പുതിയ സംഭവം വന്നതാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. അവരുടെ ഓരോ ബെഞ്ചുകൾ, ലൈക് ചെന്നൈയിൽ ഒരു ബെഞ്ചുണ്ട്, പൂനെ, ഡൽഹി, കൊൽക്കത്ത, അങ്ങനെ ഈ ബെഞ്ചുകളിൽ ഇരുന്ന് അവര് കുറെ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ആ വന്ന ഒരു സമയത്ത് 2010 ടു മേ ബി 2018-19 വരെ. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ NGTയുടെയും ഒരു ലോ ഡെഗ്രഡേഷൻ ആണ് നമ്മൾ കാണാൻ പ്രോബ്ലം. ഇനി നമ്മുടെ ഇത് വലിയൊരു വിഷയമാണ്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും വിശദമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഐ നോ യു ആർ പ്രാക്ടീസിങ് ദെയർ നൗ ഇൻ കേരള, ഇഫ് ഐ ആം റൈറ്റ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പൊ അരാവലി മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കിട്ടാത്ത എന്നാൽ ഒരു സാന്നിധ്യമുള്ളതാണ് ഈ വടക്കേ ഇന്ത്യയിലെ ഈ വലിയ സമതലത്തിൽ നിൽക്കുന്ന ഈ വലിയ മൗണ്ടൻ റേഞ്ച്. പക്ഷെ കേരളം അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ ഇത് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ വലിയ മലനിരകളും അതിൻ്റെ സോഷ്യൽ റോളും
മനുഷ്യ സംസ്കൃതിയിലും ജീവസംസ്കൃതിയിലും എല്ലാം അതിൻ്റെ വലിയ റോളും ഒക്കെ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അരാവല്ലി മൗണ്ടൻ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഈ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട വിധി മലയാളികൾ എങ്ങനെയാണ് കാണേണ്ടത്? ആക്ച്വലി ഇതൊരു നെഗറ്റീവ് സംഭവമാണ് ആയിട്ടാണ് തന്നെയാണ് മലയാളീസ് കാണേണ്ടത്. ബിക്കോസ് ആരവലീസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹ്യൂമൻ ഗ്രീഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ലൈക്ക് ഇനിയും വേണം എന്നുള്ള ഒരു ഇതിലാണ് ആ ഹിൽസിനെ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആൻഡ് ആ പറഞ്ഞ ഏരിയ ഒരു പഴയ മൗണ്ടൻ റേഞ്ച് ആണ്. ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് റേഞ്ച് ഇൻ ഇന്ത്യ. പക്ഷെ വെസ്റ്റേൺ അതേ രീതിയിൽ നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് സപ്പോസ് ആ ഒരു ഏജ് വെസ്റ്റേൺ ഗാർഡ്സിന് ഉണ്ട്. But എങ്കിലും it is one of the oldest ranges, you know. Yeah, it is one of the oldest range, but because of it's not being that old, it is more fragile. Yes. It is one of the ecologically fragile regions of Kerala, like നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ. അപ്പോ ആൻഡ് ഇവിടെ നമ്മൾ കാണുന്നതും ആ സെയിം മെന്റാലിറ്റി ദാറ്റ് ഇനിയും വീടുകൾ ഉണ്ടാക്കണം, ഇനി റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യണം, യുനോ ഇനി ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം. ആ ഒരു ഐ എം നോട്ട് സെയിങ് ഞാൻ ഡെവലപ്മെന്റ് അഗേൻസ്റ്റ് അല്ല, പക്ഷെ കേരളത്തിലെ ആൾക്കാർക്ക് ശരിക്കും അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ദാറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള പല രീതികളും ഉണ്ട്. യുനോ ദർ ഇസ് നോട്ട് ജസ്റ്റ് വൺ വേ. ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് മാത്രമല്ല ഡെവലപ്മെന്റിന്റെ ഒരു രീതി. ദർ ആർ അതർ തിങ്സ് ദാറ്റ് കൻ ബി ഡൺ. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ എക്കോളജിക്കലി ആയിട്ട് നമ്മൾ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളും ചെയ്യേണ്ടത്. സോ ഐ ഫീൽ ലൈക്ക് ഇപ്പൊ അരവലിയിൽ നടക്കുന്നതും കേരളത്തിൽ നടക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ബിക്കോസ് ഇപ്പൊ വെസ്റ്റേൺ ഗാർഡ്സിൽ തന്നെ എന്തെങ്കിലും ഒരു വലിയ ഡിസ്റ്റർബൻസ് വന്നാൽ, ബിക്കോസ് ഇറ്റ് ഇസ് ഫ്രജൈൽ, ഡിസ്റ്റർബൻസ് വന്നാൽ ഓൾമോസ്റ്റ് ഓൾ ഓഫ് കേരള വിൽ ഗെറ്റ് അഫക്റ്റഡ്. കേരളത്തിൽ ഒരു ഏരിയ പോലും ഉണ്ടാവില്ല വിച്ച് വോണ്ട് ഗെറ്റ് അഫക്റ്റഡ്. അപ്പോ ആ ഒരു that awareness has to be there. कि നമ്മള് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചെയ്യണത് നാളത്തേക്ക് എങ്ങനെ ഇമ്പാക്ട് ആവും എന്നുള്ളത് മലയാളീസ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ശ്യാമ കേരളത്തിൽ എവിടെയാണ്? ഏത് നാട്ടുകാരിയാണ്? കൊച്ചി, നെടുമ്പാശ്ശേരി ടു ബി എക്സാക്ട്. പക്ഷെ ഇപ്പൊ കൊച്ചിയിലാണ്. കൊച്ചിക്കാരിയാണ്. യെസ്. അതല്ലേ? ഹൈക്കോർട്ടൊക്കെ ഇവിടെ ആയത് കാരണം ഇറ്റ് ഈസ് ഈസിയർ. അതല്ല, യു ആർ ബോൺ ആൻഡ് ബോട്ട് അപ്പ് വേർ? സോ മൈ ഫാദർ വാസ് ഇൻ ദി ആർമിയിലായിരുന്നു. അപ്പൊ ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്. മോസ്റ്റ്ലി 6th സ്റ്റാൻഡേർഡ് വരെയൊക്കെ മേറട്ട്, UP, കാൺപൂർ, ഫത്തേഗഡ് അവിടെയൊക്കെ ആയിരുന്നു ജനിച്ചതൊക്കെ. 6th കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിലോട്ട് വന്നു. അതുകൊണ്ടാണ് ലാംഗ്വേജിലും ഒരു ചെറിയ വളരെ 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 നന്നായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു. ഞാൻ എൻ്റെ ഈ ദില്ലി ദാലി പോഡ്കാസ്റ്റിന്റെ എല്ലാ ലിസണേഴ്സിന്റെയും പേരിൽ I am thanking you. And സാധാരണ 1-2 മാസം മാത്രമായിട്ട് ഡൽഹിയിൽ നിൽക്കുന്ന ഈ പൊല്യൂഷൻ ഇത്തവണ ഈസ് ഗെറ്റിംഗ് എക്സ്റ്റെൻഡഡ്. ആൻഡ് we all are victims of that, and we do not know what is going to happen to the national capital. ആ സമയത്ത് ഈ അരാവലി മൗണ്ടൻ റേഞ്ച് ഈ ഏരിയയെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഈ അരാവലി മൗണ്ടൻ റേഞ്ചിന്റെ വെൽഫെയറിന് വേണ്ടി ഈ കൊല്ലത്തെ ആദ്യത്തെ പോഡ്കാസ്റ്റ് നടത്താൻ സാധിച്ചതില്ല. ഐ ആം ഹാപ്പി ആൻഡ് ഐ ആം താങ്ക്ഫുൾ ദാറ്റ് you found time to come here. Can I end on a positive note? Because എല്ലാം doom and gloom ആവരുത്. പുതിയ വർഷമാണ്. So thing is that ഒരു വേ ഫോർവേഡ് ഉണ്ട്. നമ്മള് ഈ അരവലി റേഞ്ചസിനെ കോൺസേർവ് ആൻഡ് യൂസ്, നമ്മള് ഇതിനെ കൺസേർവ് ചെയ്തിട്ട് നമ്മുടെ മോണിറ്ററി ബെനിഫിറ്റ്സ് നമുക്ക് എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു മോഡലിലാണെങ്കിൽ തിങ്സ് വിൽ ബി ബെറ്റർ. ബിക്കോസ് അവിടെ തിങ്സ് വിൽ ബി ബെറ്റർ. നമുക്ക് ഇക്കോ ടൂറിസം ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷൻ ചെയ്ത്, അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ജോബ്സ്, സസ്റ്റൈനബിൾ ജോബ്സ്, ഇതെല്ലാം ചെയ്ത് ഒരു എക്കണോമിക് മോഡൽ സൃഷ്ടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ ദൻ മലകളിലെ മിനറൽസ് മാത്രമാക്കി കാണാന്നുള്ള ഒരു ഡിഫറെന്റ് അപ്രോച്ച് കാണുകയാണെങ്കിൽ then things will definitely get better. and എന്റെ പ്രാർത്ഥന അതാണ്. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. നമുക്ക് കൂടുതൽ ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാൻ ദില്ലി ദാലിയിൽ വരണമെന്ന് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്.
And Okay. once again, I'm thanking you for your quality time for this humble podcast. Thank Thank you, you so Shama much for Kuriakose. inviting. Thank you. Thank you.